ECG, എക്സ്റേ, ഇഞ്ചക്ഷൻ, എന്റെ അമ്മോ മുടിഞ്ഞ ബില്ല്. അവന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കരാറി വെക്കണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? വെറുതെ 3500 രൂപ നഷ്ടം. ഡേയ്, നഷ്ടം എന്തായാലും നീ തന്നെ തരണം. അവനൊരു കണക്ക് പുസ്തകം നിന്റെ ഒറ്റ പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് നഷ്ടം നീ തന്നെ സഹിച്ചാ. അയ്യടാ, അങ്ങനെ ഞാൻ മാത്രം നഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. എടാ, അവന്മാര് വന്നു, അവളുമാരെ ഉപദ്രവിച്ചു, നമ്മൾ ഇടപെട്ടു, അടിയും തുടങ്ങി. അതൊരു ഓക്കെ ആയേ. പിന്നെ തിരക്കുന്ന മാറിപ്പോരുമ്പോ ഞാൻ എന്ത് ചെയ്യാൻ? നിന്റെ ഐറ്റം നമ്പർ 1 ഡ്രസ് എത്തി. ചെല്ല്. ഇപ്പൊ വരാമേ. അവനെ കണ്ടുപിടി. ഏത് നേരവും 3D എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടല്ലോ. ഒരേ സമയം 3 എണ്ണത്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് വിട്. ഈ മഞ്ജുവിനൊന്ന് വീട്ടിലേക്ക് ഇനി എന്തൊരു വഴി? ഞാനൊരു സൂപ്പർ ഐഡിയ തരാം. അയ്യോ വേണ്ട, നിന്റെ ഐഡിയ കേട്ടാണ് വർഷം 2 ആയത്. അവക്കെന്നോട് ഇഷ്ടം. എന്നാ നിന്റെ ചെവി വന്ന് രഹസ്യമായിട്ട് പറയാൻ പറ. ഞാൻ വലതും തുറന്നും പറയാൻ പറ്റില്ല, രഹസ്യമായിട്ട് പറയാൻ. നീ ഇവിടെ പണിയാൻ വന്നാണോ അതോ എനിക്കിട്ട് പണിയാൻ വന്നാണോ? അതിപ്പം അപ്പച്ച മുതലാളി പറയുന്ന പോലെ ചെയ്യാം. എടാ, അവർക്ക് എന്താ വേണമെന്ന് വെച്ചപ്പോ എടുത്തു കൊടുക്കടാ. കൊലയെ പിടിച്ചോണ്ട് നിൽക്കാതെ പോയി പൊറോട്ട അടിക്കടാ. പറഞ്ഞു വിട്ടാ ഒന്നും പറയണ്ട, ഒരു കണക്കിന് പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനെ വീഴ്ത്തിയെടുക്കുന്ന കാൾപ്പാടാ. എന്റെ അല്ലോ, അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ. നീ നിലനിർത്താൻ പാടുപെടുന്ന ഐറ്റം നമ്പർ 2 ലൈല. ചെല്ല്. ഇപ്പൊ വരാവേ. എപ്പ വരാന്ന്? പോടാ മോനെ, പെട്ടെന്ന് പറഞ്ഞേ. ക്ലാസ് പോടാ. ഹലോ, എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട. ഞങ്ങൾ ഇതിനല്ല, ചെറിയൊരു ഡിസ്കഷൻ ഇരുന്ന. അയ്യോ, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ വേണ്ടെന്നല്ല, നിങ്ങളുടെ ഡിസ്കഷൻ കേട്ടതുകൊണ്ട് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. തന്റെ ഒരു പുണ്ണാക്കി ഞങ്ങൾക്ക് വേണ്ട. താനൊരു ഒറ്റ കാരണം ഇതൊക്കെ ഇങ്ങനെയായത്. പിന്നെ ഒരു പണിക്ക് വന്നല്ലേ വയറ്റിപ്പഴപ്പല്ലെന്ന് ഓർത്ത് വെറുതെ വെട്ടതാ. അതുകൊണ്ട് ഇനി ഇത് കയറിത്തോണ്ടി വെറുതെ കീറുവാൻ ചൂടല്ലേ. എന്താണ് മക്കളെ, അടുത്ത നാറ്റക്കേസിനുള്ള പദ്ധതി പ്ലാൻ ചെയ്യണോ? വാടാ, നീങ്ങടെ വന്ന നാറ്റക്കേസാവും. ഉവ്വേ, നല്ലപോലെ പ്ലാൻ ചെയ്തോ, ഇപ്പം നടക്കും. ഹലോ, ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നു. എന്റെ ഈ ജോലി കണ്ട് നിങ്ങൾ എന്നെ ആ രീതിയിലൊന്നും കാണണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനൊരു ജോലിയെന്ന്. ഒരു എഴുത്തുകാരന് വേണ്ടത് കഥാബീജങ്ങളാണ്. അത് തേടിയുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ തന്നെ കണ്ടെത്തിയ ഐഡിയ ആണ് ഈ ജോലി. ഇത് കോളേജാണല്ലോ, അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിന് ഒരു ധാരണയുണ്ട് നിങ്ങളെക്കാൾ അഡ്വാൻസ് തോട്ട്സ് ആർക്കും ഇല്ലാന്ന്. ആദ്യം അതങ്ങ് മാറ്റിവെച്ചു. ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് കൂടി ഉള്ളതുകൊണ്ട് പറയുക, ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. അവന്റെ ഒരു കോലം. എന്റെ ഐഡിയ കേട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒന്നും നടന്നില്ലേലും ഒരു ഐഡിയ കൂടി ഞാൻ തരാം. നിന്റെ കേസ് കേട്ട് നമ്മൾ ആ വിനയനെ ഏൽപ്പിക്കുന്നു. നിർത്ത്. നീ ഒന്നും പറയണ്ട. തള്ളക്ക് വിളിക്കാൻ പോകണമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ കേക്ക്, എന്നിട്ട് ആലോചിക്കും. എടേ, നമ്മൾ വിചാരിക്കും പോലെ ആ വിനയൻ നിസ്സാരക്കാരനൊന്നും അല്ല. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഇമാതിരി കാര്യം കാവും പുലിയാ. നീ എന്തായാലും മഞ്ജുവിന്റെ പിറകെ നടക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുന്നില്ല. അവളാണെങ്കിൽ ആ നടത്തം കണ്ടതായി ഭാവിക്കുന്നുമില്ല. അപ്പൊ അയാൾ ഏതെങ്കിലും രീതി ശ്രമിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കെന്താണ് നഷ്ടം? ദേ, മക്കൾ കൂടുതൽ ആലോചിച്ച് തലേന്നും പോയിക്കണ്ട. തൽക്കാലം നമ്മൾ ഈ കേസ് അയാളെ ഏൽപ്പിക്കുന്നു. അയാൾ ശ്രമിച്ച് നടന്നില്ലേ, അയാൾ നാറും. നടന്നാ നമ്മൾ നേടും. അപ്പൊ സംഭവം ഞാൻ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് ഇയാളുടെ ലവറെ ഒന്ന് സ്റ്റഡി ചെയ്യണം. വേറൊന്നുമല്ല, ഒറ്റ മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടിയെ സ്റ്റഡി ചെയ്യുന്ന കാര്യം. വേറൊന്നും കൊണ്ടല്ല, എത്രത്തോളം ജോലി എടുക്കേണ്ടി വരുമെന്ന് ആദ്യം എനിക്കൊന്നും അറിയണം, എന്നിട്ടാവും ബാക്കി കാര്യം. അതെങ്ങനെയാന്നല്ലേ? അതിനൊക്കെ വഴിയുണ്ട്. താൻ നാളെ തന്നെ മഞ്ജുവിനോട് പോയി ഒരു കാര്യം പറയണം. മഞ്ജു, തനിക്ക് ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഓവോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞ ഏതായാലും നന്നായി. ഇനിയിപ്പോ ഈ ഡ്രസ് ഉപയോഗിക്കണ്ടല്ലോ. വരട്ടെ. താങ്ക്സ്.
എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? ഈ ഡ്രസ് താൻ ഇതിനു മുമ്പ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളതല്ലേ, പിന്നെ ഇന്നെന്താ ഒരു പ്രത്യേക ചോദ്യം? ഇത് വല്ല പണിയുള്ള പണിയൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഓക്കെ ആക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് നിങ്ങളെ സെലക്ട് ചെയ്ത റൂട്ട് ഒന്ന് മാറ്റി പിടിക്കണം. ഈ മഞ്ജുവിന്റെ വീട്, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊന്നും ഞങ്ങൾക്കറിയില്ല. അവളുടെ പേരൻസ് ഒക്കെ ഇങ്ങ് വിദേശത്താ. ഇവിടെ സത്യശീലൻ സാറിന്റെ വീട്ടിലാ താമസം. അങ്ങേരുടെ പെങ്ങടെ മോളാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതെന്താ അങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു തരം വെരട്ട് ലൈനിൽ എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ പറ്റിയേക്കും. ചേട്ടാ, 2 കോബ്ര ഫുള്ള്. മദ്യപാനം മുടക്കാൻ പാടില്ല, നമ്മൾ ഒരേ കുടുംബത്തിലെ ആളാണ്. ചേട്ടാ പെട്ടെന്താ? അല്ല, താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി നടക്കുമോ? സംശയം എന്താ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം 2 മൊബൈൽ ഫോണുകൾ സംഘടിപ്പിക്കണം. 1, മഞ്ജു ഏത് ഹാൻഡ്സെറ്റ് ആണോ ഉപയോഗിക്കുന്നത്, സെയിം ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. 2, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ, പക്ഷെ അതിന് ഒരു പുതിയ കണക്ഷൻ വേണം. ഇതൊക്കെ ചുമ്മാ നമ്മൾ ഇതെന്താടാ, മൊബൈൽ ബജ്ജിയാ? മൊബൈൽ ബജിയല്ല, മൊബൈൽ ഫോൺ. പുതിയ ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. ഇതിൽ ഒരേ ഒരു നമ്പറെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. ആ നമ്പറിലേക്ക് സാർ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കണം. ആ നമ്പർ ഏതാ മാഷേ? എന്താ സാറ് വിസിലടിച്ചപ്പോ ടീച്ചർ ഓടിപ്പോയി? അത് നിനക്കറിയില്ല അല്ലേ? ഇല്ല. ഞാൻ വിസിലടിച്ചാൽ അവരുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് അർത്ഥം. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ എന്നെ വിസിലടിപ്പിക്കരുത്. ഒന്നിങ്ങോട്ട് വന്നേ. അപ്പൊ നീ വർക്ക് തുടങ്ങിയല്ലേ? പക്ഷെ ടീച്ചറിനെ വിളിക്കാൻ പുതിയ കണക്ഷൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേറെ ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നോ? പോരാ. എന്റെ പൊന്നു സാറേ, ചുമ്മാതല്ല സാറിന്റെ കാര്യം ഇങ്ങനെ ഒരിടത്തും എത്താതെ നിൽക്കുന്നത്. കൂടുതൽ ആലോചിക്കാതെ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. പിന്നെ ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാറിന്റെ കയ്യിലുള്ള ടീച്ചറിന്റെ നമ്പർ അല്ല, ഒരു പുതിയ ഐഡിയ നമ്പർ. ഐഡിയ പൂർവ്വം ഒരു ഐഡിയ കണക്ഷൻ. ഓ, മനസ്സിലായി മനസ്സിലായി. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. അത് തന്നെ, കറക്റ്റ്.